എക്സിറ്റ് പോളുകൾ ഞങ്ങൾ 1% പോലും വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇത് സർക്കാരിന്റെ എക്സിറ്റ് പോളാണ്, മോഡിയുടെ എക്സിറ്റ് പോളാണ്. അവർക്ക് വേണ്ടി തയ്യാറാക്കി അവർ ഡിസൈൻ ചെയ്ത് അവർക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു എക്സിറ്റ് പോളായിട്ട് മാത്രമേ ഇത് കാണാൻ കഴിയുള്ളൂ. ഇത് ഓരോ സംസ്ഥാനം എടുത്തു നോക്കിയാൽ, ഞങ്ങളിപ്പോൾ രാവിലെ എല്ലാ PCC പ്രസിഡന്റുമാരുമായിട്ടും CLP ലീഡർമാരുമായിട്ടും മുഖ്യമന്ത്രിമാരുമായിട്ടും ഞങ്ങളുടെ സ്ഥാനാർത്ഥികളായിട്ടും മുഴുവൻ സ്ഥാനാർത്ഥികളുമായിട്ടും ഞങ്ങൾ വീഡിയോ കോൺഫറൻസ് കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് ബഹുമാന്യായ കോൺഗ്രസ് പ്രസിഡന്റും രാഹുൽ ഗാന്ധി നടത്തുകയായിരുന്നു. അപ്പോൾ എല്ലാവരും പറയും, ഒരേ സ്വരത്തിൽ പറയുന്നത്, ഇത് വിശ്വസിക്കാൻ പോലും വയ്യാത്ത ഒരു എക്സിറ്റ് പോൾ റിസൾട്ടാണ് ഇന്നലെ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു അന്തരീക്ഷം തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. ഇത് ബോധപൂർവം ഇത് ഇങ്ങനെയുള്ള എക്സിറ്റ് പോളാണ് പുറത്തു വരാൻ പോകുന്നെങ്കിൽ ഉറപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് സുതാര്യമായ തെരഞ്ഞെടുപ്പല്ല എന്നുള്ളത്. 3 സീറ്റ് കേരളത്തിൽ ബിജെപിക്ക് അതാ പറയുന്നത്. 3 സീറ്റ് മാത്രമല്ല, വോട്ടിംഗ് പെർസെന്റേജ് എത്രയാ? 27%. ഞാൻ പണ്ടാരോ പറഞ്ഞു കേട്ടിരുന്നു, നേരത്തെ പറഞ്ഞു കേട്ടതാണ്. BJPയുടെ ഒരു ഇന്റേണൽ മീറ്റിംഗ് ഒരു സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞു എന്നാ കേട്ടത്. പ്രധാനമന്ത്രി പറഞ്ഞു, നിങ്ങളൊരു പെർസെപ്ഷൻ ഉണ്ടാക്കിയാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. നിങ്ങളും കേട്ടിട്ടുണ്ടാവും ഇതിങ്ങനെ പറഞ്ഞതായിട്ട്, അവിടെ പാർട്ടിയുടെ ഇന്റേണൽ മീറ്റിംഗ് പറഞ്ഞതായിട്ടാണ്. അപ്പം ഇതേ ഒരു ജനാധിപത്യത്തിൽ കേട്ടുകളില്ലാത്ത രീതിയിലാണ് ഈ എക്സിറ്റ് പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? കർണാടകത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് മിനിമം കിട്ടാവുന്ന സീറ്റുകളുടെ നമ്പർ ഞങ്ങൾക്കറിയാം. അതുപോലെ നൽകാതെയുള്ള ഇതാണ്. അങ്ങനെ ഒരു നേട്ടം ബിജെപിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാർ കോൺഗ്രസ് ആണെന്നാണ് CPM. ക്ഷീരമുള്ളവർ അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൗതുകിന് കൗതുകം എന്നല്ലാതെ ഞാൻ പറയാലോ. അവര് പറയുന്ന അങ്ങനെ നേട്ടം, ഞങ്ങൾ പറയുന്ന നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ നേട്ടം അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതൊരു ഫെയർ ആൻഡ് ഫ്രീ ആയിട്ടുള്ള നേട്ടമായിട്ട് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ആർക്ക്? ഞങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം കുറച്ചിട്ടില്ല. ഞങ്ങൾ എക്സിറ്റ് പോളുകളിലല്ല വിശ്വസിക്കുന്നത്, ജനങ്ങൾ യഥാർത്ഥ പോളിലാണല്ലോ വിശ്വസിക്കുന്നത്. AK ബാലൻ പറഞ്ഞത് വടകരയിൽ RSSന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണ. ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ തോൽക്കുന്നതിന് വേണ്ടി മുൻകൂർ ജാമ്യം എടുക്കാൻ എന്തൊക്കെയൊക്കെ പറയേണ്ടി വരും. അത് അവർ പറയട്ടെ. ഇപ്പം ഞാനിപ്പോൾ ഇന്ത്യ അലയൻസിൻ്റെ ഒരു പാർട്ണർ എന്നതിൽ അതിനിപ്പം കൂടുതൽ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും തിരഞ്ഞെടുപ്പ് 4-ാം തീയതി റിസൾട്ട് വരുമല്ലോ. അത് കഴിഞ്ഞ് വിശദമായ ചർച്ചകൾ ഉണ്ടാവുമല്ലോ. ഓരോന്നിനും വിശകലനം ഉണ്ടാവുമല്ലോ. ഏതോ പാർട്ടിക്ക് എത്ര വോട്ടിട്ട്. വടകര മാത്രമല്ലോ, കേരളത്തിൽ 20 മണ്ഡലം ഉണ്ടല്ലോ. ഓരോ മണ്ഡലങ്ങളിലും കിട്ടിയ വോട്ടുകൾ എങ്ങനെയാണ്, ഓരോ പാർട്ടിക്കും കിട്ടിയ വോട്ടുകൾ എങ്ങനെ വരും, അത് എങ്ങനെയാണ് വരുന്നത് നോക്കട്ടെ. ഈ വോട്ടെണ്ണൽ അട്ടിമറിക്കാനായി BJPയുടെ ഭാഗത്തുനിന്ന് ചില നീക്കങ്ങൾ നടക്കുമെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ഇപ്പൊ ആഭ്യന്തരമന്ത്രി 150 ജില്ലാ മജിസ്ട്രേറ്റുമാരുമായി സംസാരിച്ചു. എന്താണ് അതിന്റെ കാരണം നമുക്ക് മനസ്സിലായില്ല. ആഭ്യന്തരമന്ത്രി എന്തിനാണ്? ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റുമാർ പോളിംഗ് ഓഫ് ഡിസ്ട്രിക്ട് DROമാരാണ്, റിട്ടേണിംഗ് ഓഫീസേഴ്സാണ്. അവരെ വിളിക്കാൻ ആഭ്യന്തരമന്ത്രി വിളിക്കാൻ എന്താ കാരണം? ഒന്നും വ്യക്തമല്ല. അവ്യക്തതയും ഒരുപാട് ദുരൂഹത ഇതിനകത്ത് തുടങ്ങിയിട്ടുണ്ട്.